കത്തോലിക്ക സന്യാസ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സാണ് ഈ ഓരോ സമർപ്പിതനും പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഞങ്ങളുടെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലെ വ്രതാർപ്പണങ്ങൾ, വ്രതജീവിതം, ഇതെല്ലാം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി എന്നെ തന്നെ ശൂന്യമാക്കാം, എന്നെ തന്നെ ഉപേക്ഷിക്കാം, എൻ്റെ കൊതികൾ ഉപേക്ഷിക്കാം, എൻ്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാം എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ്. എന്നിട്ട് സഭ പറയുന്നത് അനുസരിച്ച് ഓരോരോ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയാണ്. ഞങ്ങളെല്ലാവരും അതാണ് ചെയ്യുന്നത്, ഈ അമ്മയും അതാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ജീവിതത്തെ പെട്ടെന്ന് അങ്ങനെ അങ്ങ് തീർത്ത് കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഈ കയ്യുറയില്ലാതെ ഈ കുഷ്ഠരോഗികൾ, ഇപ്പം വിരലില്ലാത്ത ഒരു കുഷ്ഠരോഗി, ആ പേരിൽ നമ്മളത് അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഇങ്ങനെ വിരലുകൾ മുറിഞ്ഞു പോയ ഒരാൾ ആ വിരലിങ്ങനെ ചായപാത്രത്തിൽ പിടിച്ചുകൊണ്ട് വരികയും ആ വിരൽ ആ ചായക്കകത്ത് മുങ്ങിയിരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും ഇതെടുത്ത് കുടിക്കാനായിട്ടുള്ള ഒരു മനസ്സ് രൂപീകരിക്കുക. എനിക്കിത് കുഷ്ഠം വന്നാലും സാരമില്ല, ഞാൻ ഇവരുടെ കൂടെ മരിച്ചുകൊള്ളാം. അത്രമാത്രം ഒരു ജീവിതത്തെ തീരെഴുതി കൊടുക്കാൻ മാത്രം എങ്ങനെയാണ് ഈ വിരക്തി അഭ്യസിച്ചത്? അച്ഛാ, ഞാൻ പറയാം, മണ്ടയിൽ ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള പേഷ്യൻ്റ്, അപ്പം ഭാര്യമാർ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കും, ഭർത്താക്കന്മാർ ഭാര്യ. ഒരു വീട്ടിൽ ആദ്യം ഞങ്ങൾ അവരെ പറന്തല്ലിയപ്പോഴത്തേക്ക് നമ്മളൊരു സൈറ്റൊക്കെ മേടിച്ചൊരു വീടൊക്കെ വെച്ച് കൊടുത്തു. എന്നാൽ ഈ മനുഷ്യത്തിക്ക് ഭയങ്കര പേടിയാലെ ആ മനുഷ്യനെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ തിന്നുന്ന പാത്രത്തിൽ ഞാൻ എടുത്ത് തിന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് സൂക്കര് വരികയില്ല, ഞാൻ നിന്നെ കണ്ടോ, ഞാൻ തിന്നുന്ന ഞാനെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ, ഞാൻ ഇയാളെ കെട്ടിപ്പിടിച്ചെന്ന് കണ്ടോ, അതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്നില്ല, നീ വെറുതെ ആ മനുഷ്യനെ തട്ടരുത്. അങ്ങനെ ഞങ്ങൾ പലയിടത്തും ചെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം, എൻ്റെ സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആശുപത്രി പോയാലും നോക്കാതെ ആശുപത്രിയിൽ അവരുടെ കട്ടിലേ കുത്തിരുന്ന് അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കാരണം ഇവരെ ഒന്ന് സമൂഹം സ്വീകരിക്കാൻ, ഇത് ചാടി പിടിക്കുന്ന ഒരു അസുഖമല്ല. ഇത് ആരുടെ മക്കളുടെ കാര്യമായി പറയുന്നത്? സിസ്റ്ററിന്റെ ആങ്ങളുടെ മക്കളുടെ കാര്യമാണോ? സിസ്റ്ററിന്റെ അനിയത്തിയുടെ മക്കളുടെ കാര്യമാണോ? സിസ്റ്ററിന്റെ അമ്മ പ്രസവിച്ച മക്കളുടെ കാര്യമാണോ? ഈ 3500 ലെപ്രസി പേഷ്യന്റിൽ 10 പേര് പോലും ക്രിസ്ത്യാനികളല്ല. അതായത് ഈ 3500 പേരിൽ 10 പേര് പോലും ക്രിസ്ത്യൻസ് അല്ല, മനുഷ്യരാണ്. ഇവരൊക്കെ മനുഷ്യരാണ് എന്നുള്ള ഒറ്റ തിരിച്ചറിവിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലേ? ഞാൻ അവരെല്ലാം ഈശോയെ അവരിൽ കണ്ടത്. ഞാൻ അവരെ ടച്ച് ചെയ്യുമ്പോഴും ഡ്രസ് ചെയ്യുമ്പോഴും ഈശോ എന്ന് വിളിച്ചാണ് ചെയ്യുന്നത്. അവർ ഹീലാകണം. മുമ്പേ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇങ്ങനെയൊരു വൈകല്യം, ഒരു ശരീരം ചീഞ്ഞു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അത്രയും കാലം എൻ്റെ മാത്രം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുറങ്ങിയിരുന്ന ജീവിത പങ്കാളി പോലും വെറുത്ത് മാറുന്ന ഒരു സമയത്ത്, അങ്ങനെ ഒരു ഭർത്താവിനെ ഒരു ഭാര്യ ഉപേക്ഷിച്ച സമയത്ത്, അല്ലേ, വീട്ടിൽ കയറ്റാതിരുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി വീട് വെച്ച് കൊടുത്തു നിങ്ങളുടെ സഭ. എന്നിട്ട് അവിടെ ചെന്ന് അയാളെ നിങ്ങൾ സ്പർശിക്കുകയും അയാളുടെ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഉണ്ണുകയും ചെയ്തിട്ട് ആരോടാണ് ഈ പറയുന്നത്? അത്രയും കാലം ഒരുമിച്ച് താമസിച്ച ഭാര്യയോട് പറയുകയാണ്, ഇത് നിന്റെ ഭർത്താവ്, ഇയാൾക്ക് ഇത് പകരില്ല, നീ ഇയാളെ സ്വീകരിക്കണം എന്ന് പറയാൻ മാത്രമുള്ള ഒരു പരസ്നേഹം. അത് ക്രിസ്തുവിന്റെ സ്നേഹം തന്നെയാണ്, അതിനപ്പുറത്തൊന്നുമില്ല, അല്ലേ? ഞാൻ ചോദിക്കട്ടെ സിസ്റ്ററിനോട്, എത്ര പേരെ ഈ മാണ്ഡ്യ ഉൾപ്പെടെ ബാംഗ്ലൂർ ഉൾപ്പെടെ എത്ര കുഷ്ഠരോഗികളെ 33 വർഷത്തിന് ശേഷം ഉള്ളിൽ കണ്ടിട്ടുണ്ട്? ഞാൻ പറയാം, ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ എല്ലാം കൂടി ഒരു 6000-7000 ലെപ്രസി പേഷ്യനെ ഞങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. അവരുടെ മക്കളുടെയും ഭാര്യമാരുടെയും ഒപ്പം അവരെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന സഹായങ്ങളും ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ചെയ്തു. സിസ്റ്ററിന്റെ കൂടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? 13 സിസ്റ്റേഴ്സ് അല്ലേ? അച്ഛോ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി, മണ്ഡ്യ കമ്മ്യൂണിറ്റി വാസ് the third one in the congregation. So naturally all the youngsters, those who professed, they were coming to Mandya for this survey, going to house. സിസ്റ്ററിനോടൊപ്പം ഇത്രയും കാലം ദീർഘമായിട്ട് എത്ര പേര് കൂടെ ഉണ്ടായിരുന്നു? അങ്ങനെ ദീർഘം അവർക്കൊക്കെ കൊച്ചു സിസ്റ്റേഴ്സ് അല്ലേ, ഒക്കെ ട്രാൻസ്ഫർ ഒക്കെ എപ്പോഴും 6-7 പേര് എപ്പോഴും കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിൽ ഓർക്കുന്ന എത്ര പേരുടെ പേരുകളുണ്ട്? അതിലൊന്നാണ് സിസ്റ്റർ ഗ്രേസി, അതിലൊന്നാണ് സിസ്റ്റർ സൈസമ്മ. ഗ്രേസിയും ലൈസമ്മയും ഒക്കെ അവരിൽ ഓരോരുത്തരാണ്. അവർക്ക് അന്നേരം കൊച്ചു സിസ്റ്റേഴ്സ് എന്ന് പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞവരായിരുന്നു. ആണല്ലേ? ഞാൻ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഇൻ ദ കോൺഗ്രിഗേഷൻ ഇൻ ഇന്ത്യ. ആണ്, ഇന്ത്യയിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ്, അല്ലേ? എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 70 കഴിഞ്ഞാ. 70 വയസ്സ് കഴിഞ്ഞു, അല്ലേ? 70 വയസ്സിൽ 33 വർഷം ഈ കുഷ്ഠരോഗികളോടൊപ്പം
അവരുടെ കൈകളും കാലുകളും കഴുകി വൃത്തിയാക്കി വ്രണങ്ങൾ വൃത്തിയാക്കി അവരെ സുഖപ്പെടുത്തിയ ആ ഒരു ശുശ്രൂഷ അതൊരു ക്രിസ്തുവിന്റെ മുഖമായി കത്തോലിക്ക സഭ തിരിച്ചറിയുകയാണ്. അത് അല്ലേ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സിസ്റ്ററിന്റെ ഈ വീടും രൂപതയും ഒക്കെ ഏതാണെന്ന് നമ്മൾ പറഞ്ഞില്ലെന്ന്. പാലാരൂപതയാംഗമാണ്. ഓക്കെ, വീട് എവിടെയാണ്? കോതനല്ലൂര്. ആ, വീട് കോതനല്ലൂരാണ്. സിസ്റ്ററിന്റെ വീട്ടുപേര്? വാക്കേൽ. എന്റെ അനിയത്തി സിസ്റ്റർ ആയിരുന്നു. ക്യാൻസറായിട്ട് പുള്ളി മരിച്ചുപോയി. ഞങ്ങൾ 9 മക്കളാണ്, ഞാൻ 3ാമത്തെ. 9 മക്കളാണ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്ത് ചെയ്യുന്നു? ചുവലിലുള്ളവർ എല്ലാവരും തന്നെ കേരളത്തിന് പുറത്താണ്. എൻ്റെ അനിയത്തിമാരൊക്കെ. എത്ര അനിയത്തിമാരുണ്ട്? ഇപ്പം ജീവിച്ചിരിക്കുന്ന 4 പേരുണ്ട്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി മാത്രം കാഞ്ഞിരത്താനത്തുണ്ട്. ബാക്കി എല്ലാവരും പുറത്താണ്, കേരളത്തിന് പുറത്താണ്. അച്ഛൻ ഞങ്ങൾ പിന്നെ 2000 ഞങ്ങൾ ലെപ്രസി, കാരണം ഞങ്ങൾ പറഞ്ഞല്ലേ 10,000 പിന്നെ അത് 0.2 ആയി. 2000 0.2 ആയി. 2000 ആയപ്പോഴേക്കും ആയി. അപ്പം ഞങ്ങളത് കേസ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത ഗവൺമെൻറ്റിന്. അങ്ങനെയായിരുന്നു എഗ്രിമെൻറ്റ്. അത് കഴിഞ്ഞ് എന്നാലും ഞങ്ങൾ അൾസർ കേസ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഞങ്ങളുടെ മാണ്ടിയയിൽ പോസ്റ്ററൊക്കെ ഒരു ചെറിയ ആശുപത്രി ഉണ്ട്, അവർ അഡ്മിറ്റ് ചെയ്ത് ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ അത് ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ ഞങ്ങൾ സർവേക്ക് പോകുന്നില്ല. ഒരു 70കളിൽ ആണ് സിസ്റ്റർ ശുശ്രൂഷ സജീവമായി തുടങ്ങുന്നത്. 82 തുടങ്ങുകയാണ്. അപ്പോൾ 82 മുതൽ ഇപ്പോൾ 2000 വരെ ആയപ്പോഴേക്കും 2% ചുരുങ്ങി. ഇപ്പം ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ലെപ്രസി സജീവമാണ് എന്നതുകൂടെ പറയാമോ? എൻ്റെ അറിവനുസരിച്ച് ഒറീസ, പഞ്ചാബ്, ആ സ്ഥലങ്ങളിലെ ചക്രതി എനിക്കെല്ലാം പറയാൻ എനിക്ക് എന്നാലും ഒറീസയാണ് ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ളത്. ആന്ധ്രയിൽ ഇനിയും ഒരുപാട് കേസുണ്ട്, തമിഴ്നാട്ടിലുണ്ട് ഒരുപാട് കേസ് ഇനിയും. പക്ഷേ WHO ലെപ്രസി ഇറാഡിക്കേറ്റഡ് എന്ന് പറഞ്ഞ് ഒരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് അത് സസക്കവ എന്ന് പറഞ്ഞ് ജപ്പാനായിരുന്നു ഈ മെഡിസിനുള്ള പൈസ എല്ലാം കൊടുത്തുകൊണ്ട് WHO. ഇപ്പോൾ 2000 അവരെന്നാ ചെയ്തു, ഇത് ലെപ്രസി ഇറാഡിക്കേറ്റഡ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇത് അതുകൊണ്ട് ആ പൈസ എല്ലാം HIV വേണ്ടി നൽകിക്കൊണ്ടിരുന്ന പണം അപ്പം നമുക്കൊക്കെ പണം വരാതെയായി. എന്നാലും ഞങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും തന്നെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ 2000 ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങി നടപ്പോഴത്തേക്ക് ഓരോ വീട്ടിലും ഉണ്ട് മിനിമം 1-2 ഡിസേബിൾഡ്. അത് അംഗവീൽഡർ ലെപ്രസി അല്ല, അംഗവീൽഡർ വികലചേതരെന്ന് പറയില്ലേ, വികലാംഗര്. അപ്പം പിള്ളേരെയൊക്കെ മിക്കവരും ഈ പേരൻസ് കാലം കെട്ടിയിട്ട് പണിക്ക് പോകും. വില്ലേജുകളിൽ ഈ ഓലപ്പേരകളിൽ കെട്ടി വെച്ചിട്ട് പിള്ളേരിങ്ങനെ മുള്ളിയിട്ട് അതൊക്കെ എടുത്ത് തിന്നും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഹൗസുകളിലും മിക്ക ഹൗസുകളിലും 1 2 3 ഇതിങ്ങനെ വികലചേതര്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്നോർത്ത് ഞങ്ങൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ഫോർ ഓൾ കൈൻഡ് ഓഫ് ഹാൻഡികാപ്പ്. അപ്പോൾ അതിന് ഞങ്ങൾ തുടങ്ങിയത് ഞങ്ങളങ്ങനെ 6 താലൂക്ക് എടുത്തു. 6 താലൂക്ക് എന്ന് പറഞ്ഞാൽ ശ്രീരംഗപട്ടണം, മാണ്ഡ്യ, പാണ്ഡവപുര, നാഗമംഗലം, മൈസൂർ, ബെൽഗാം. ഈ ബെൽഗാമിന് സാവന്നൂർ എന്ന് പറഞ്ഞാൽ ഇത്രയും 6 താലൂക്കുകളെടുത്ത് ഏകദേശം ഒരു 1087 വില്ലേജ് ഞങ്ങൾ സിസ്റ്റേഴ്സും ബോയ്സും കൂടെ വിസിറ്റ് ചെയ്ത് ഞങ്ങളൊരു 15,000-ഓളം ഡിസേബിളിനെ കണ്ടുപിടിച്ചു. ഈ 15,000 ഡിസേബിളിനെ അവിടെ ഞങ്ങൾ കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ ഈ സ്കൂളുകളിൽ പോയി ക്ലാസ് എടുത്തും വില്ലേജ് ലീഡേഴ്സിന് ക്ലാസ് എടുത്തും. എല്ലാം വില്ലേജല്ലേ, അവരെ എല്ലാവരും ഞങ്ങൾ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അവർക്ക് എല്ലാവർക്കും വേണ്ടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ ഉണ്ടാക്കി. ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ ശാരീരിക വൈകല്യം, ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ട്, മെന്റൽ ഡിസബിലിറ്റി ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ട്. MR മൈൽഡ് MR എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ബ്ലൈൻഡ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ 15,000-ഓളം പേരെ കണ്ടുപിടിച്ചു. അവരെ എല്ലാം നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാക്കി 1087 വില്ലേജിലാണ്. ഓക്കെ, അവരെ ഗ്രൂപ്പാക്കി നമ്മൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൽ ബാങ്കുകൾ കണ്ടുപിടിച്ചു. അവരുടെ പേരെല്ലാം ബാങ്ക് രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി അക്കൗണ്ട്. പിന്നെ എത്ര SHGs ഉണ്ടാക്കി? എല്ലാം കൂടെ 500 കൂടുതൽ SHGs ഈ 1070 അത് അച്ഛാ അത് ഒരു വില്ലേജിൽ 9 പേരുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിൽ നിന്നോ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെങ്കിൽ ഒക്കെ അതനുസരിച്ച്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിൽ എനിക്കൊരു പ്രാവശ്യം
പിന്നെ ഒരു അവാർഡ് കിട്ടി ചീഫ് മിനിസ്റ്റർ അടുത്തുനിന്ന് കുമാരസ്വാമിയുടെ അടുത്തുനിന്ന്. അപ്പം ഞാൻ കുമാരസ്വാമിയോട് എനിക്ക് നിങ്ങളുടെ അവാർഡൊന്നും വേണ്ട, നിങ്ങൾ ഈ 100 രൂപയ്ക്ക് പകരം അന്ന് 100 രൂപയായിരുന്നു 500 രൂപ അല്ല ഈ മനുഷ്യർക്ക് പെൻഷൻ കിട്ടുന്നത്. ഞാൻ പറയും നിങ്ങൾ എനിക്കൊന്നും തരണ്ട, നിങ്ങൾ ഉപകാരം ചെയ്തിട്ട് ഇവർക്ക് 500 രൂപ വെച്ചാക്കുക ഒരു ഡിസേബിളിന്. അവർക്ക് ഒരു പ്രാവശ്യം ഇച്ചിരി കഞ്ഞിയാലും കൂടി. അങ്ങനെ അയാളെ സമ്മതിച്ചു. 1 മാസത്തിനകം അയാൾ എൻകറേജ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ യെഡിയൂരപ്പ വന്നപ്പോൾ പിന്നെ അതെയും കൂട്ടി. ഇപ്പം അങ്ങനെ അവർക്ക് ഒരു പെൻഷനുണ്ട്. ഇപ്പം 1500 രൂപ ഡിഫോമിറ്റി അച്ഛാ 75% കൂടുതൽ ഡിഫോമിറ്റി ഉള്ളവർക്ക് 1500 രൂപ കിട്ടും. അത് കുറവുള്ളവർക്ക് 1000 രൂപ ഇപ്പം മാസം കിട്ടുന്നുണ്ട്. കർണാടകയിൽ അത് 100 രൂപയിൽ നിന്നും 500 ആക്കാനായിട്ട് സഹായിച്ചത് സിസ്റ്ററിന്റെ ഇന്റർവെൻഷനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു, സിസ്റ്ററിന് ധാരാളം അവാർഡുകൾ കിട്ടിയാൽ ഇപ്പൊ ഏതൊക്കെ കാലത്ത് ഏതൊക്കെ അവാർഡുകൾ ഓർക്കുന്നുണ്ടോ? അയ്യോ ഞാൻ ഓർക്കുന്നില്ല അച്ഛാ. മാണ്ടിയിൽ ഞാൻ പോയി. അത് കഴിഞ്ഞ് മാണ്ടിയയിൽ ഞങ്ങളത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വില്ലേജുകളിലെ ലേഡീസൊക്കെ മാണ്ടിയയിൽ ഭയങ്കര ഇൽ ട്രീറ്റ്മെൻറ്റാണ് ഹസ്ബൻഡുമാർ. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ മഹിളാ സംഘങ്ങൾ തുടങ്ങി. ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് മാണ്ടിയയിൽ മാത്രം, മാണ്ടിയയിൽ ശ്രീരംഗപട്ടണത്ത് മൈസൂർ ഞങ്ങൾ മഹിളാ സംഘങ്ങളുണ്ട് ഗ്രൂപ്പ് വെച്ച്. എന്നിട്ട് ഞങ്ങൾ അവരെ കൊണ്ടൊരു പൈസ ഞങ്ങൾ ആദ്യം കോൺഗ്രേഷനിൽ നിന്ന് കുറച്ച് പൈസ തന്നു. ഒരു 5 ലക്ഷം രൂപ അയാൾ ഇടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട് കോൺഗ്രേഷൻ ആരാണ്ട് കൊടുത്ത പൈസ, ഞങ്ങളുടെ കോൺഗ്രേഷൻ എല്ലാം തന്നെ. അത് കഴിഞ്ഞ് അവരെങ്ങനെ കൂടി ഇപ്പം അവർക്ക് 1 കോടി രൂപയുണ്ട്. ഈ 1 കോടി രൂപ കണ്ട് ഇപ്പോൾ അവർക്ക്, കാരണം അച്ഛനക്കരത്തിൽ എന്തോ ഒരു ഇൽ ട്രീറ്റ്മെൻറ്റാണ് ഈ ഹസ്ബൻഡുമാർ. 5 പൈസയ്ക്ക് പോലും ഇൽ ട്രീറ്റ്മെൻറ്റ് എന്നിട്ട് കുടിച്ചിട്ട് അടി. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഈ ഇതുള്ള കൊണ്ട് അവർക്ക് ഈ പൈസയിൽ നിന്ന് വേണ്ടപ്പം കട എടുക്കാൻ, മക്കളെ കെട്ടിക്കാൻ, എല്ലാത്തിനും അങ്ങനെയൊക്കെ ഒരുപാട് സാധാരണ കുടുംബങ്ങളിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ മദ്യപിക്കാനായിട്ട് പണം ചോദിച്ചുകൊണ്ട് അടിയും ഇടിയും. അത് മാത്രമല്ല തന്നെയാണേലും അല്ല തന്നെ ചുമ്മാ അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. ചുമ്മാ അടിക്കുകയാണ് അല്ലേ? അപ്പൊ കുടി കഴിഞ്ഞു വന്നു. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ അതിൽ നിന്ന് വിമോചിക്കാൻ ഇവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അതിൽ നിന്നും ഒരു മോചനത്തിന് ഈ സ്ത്രീകളിൽ നിന്നും പണം സ്വരൂപിച്ച് നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ച് ഇപ്പൊ 1 കോടിയോളം അവര് തന്നെ ഫൈനാൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാക്കി അല്ലേ? കോപ്പറേറ്റീവ് ബാങ്കാണോ എന്താണ്? അങ്ങനെയല്ല, അവരുടെ തന്നെ 20 പേര് കൂടി ഒരു അസോസിയേഷൻ കുടുംബശ്രീ പദ്ധതി പോലെ അല്ലേ? സ്വാശ്രയ സംഘങ്ങളുടെ പോലെ ആക്കി. ഇപ്പം അങ്ങനെ എത്ര സ്ത്രീകൾ അതിൽ നിന്ന് ബെനിഫിറ്റഡ് ആയി? 300 പേരുണ്ട്. ഇവർ തന്നെ മറ്റവർക്ക് കൊടുക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യും. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഇവരെന്നെ ഒന്നിച്ചു വെച്ചാൽ ഇങ്ങനെ കെട്ടിയന്മാരൊക്കെ എല്ലായിട്ട് മോശമായിട്ട് പെരുമാറുക, കെട്ടിയന്മാരെ ദൂരെ കളയുകയാണെങ്കിൽ ഇവരെല്ലാം കൂടെ ചെന്നിട്ട് ഒരു കുരുപ്പ ചോദിച്ചാലും അവരുടെ തലമുടിയെല്ലാം മുട്ടയടിച്ചെന്നും ഒക്കെ വരും. അങ്ങനെ അപ്പോഴത്തേക്കും അങ്ങനെ അതായത് ഈ സ്ത്രീകൾ ഇപ്പം അങ്ങോട്ട് ഒരുമിച്ച് നിന്നിട്ട് ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരോട് പ്രതികരിച്ചു തുടങ്ങി. ചിലപ്പോൾ അവരുടെ തലയൊക്കെ മുട്ടയടിച്ചെന്നിരിക്കുന്നു അല്ലേ? അതല്ലേ പറഞ്ഞത്? അപ്പൊ അല്ല, അതുകൊണ്ട് എല്ലാവരും അല്ല കുറച്ച് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇൻ ദ ബിഗ് ഓഷൻ, വി ആർ നോട്ട് എ ലിറ്റിൽ ബിറ്റ് വി ആർ ഡൂയിങ് ഓളതല്ല. പിന്നെ ഞങ്ങൾ 2007 എല്ലായിടത്തും എയ്ഡ്സ് കൂടുതലായല്ലോ. അപ്പോൾ ഞങ്ങൾ 2007 ഞങ്ങളുടെ കോൺഗ്രേഷൻ തീരുമാനിച്ച് HIV സെൻറ്റർ തുടങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് മണ്ടിയയിൽ ഇപ്പോൾ സ്നേഹാലയം എന്ന് പറഞ്ഞ ഒരു 35 പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. HIV സെൻറ്റർ ഉണ്ട് ബാംഗ്ലൂർ. ബാച്ചൂരല്ല, മണ്ടിയല്ല, അതും മണ്ടിയല്ല. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. പിന്നെ ഇപ്പോൾ അവിടെ എൻ്റെ സിസ്റ്റേഴ്സാണ്. ഞാൻ പിന്നെ അവിടെ നിന്നൊന്നുമില്ല, തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നത് സിസ്റ്റർ ഗ്രേസിയുടെ നേതൃത്വത്തിൽ ആണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഞങ്ങൾ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ഈ മണ്ടയിലൊക്കെ കുറേ വയസ്സ് ചെയ്യുന്ന ലേഡീസൊക്കെ ഇങ്ങനെ വഴി കൂടെ കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തൊരു ചെറുതായിട്ടൊരു ഡെസ്റ്റിറ്റ്യൂട്ട് തൊണ്ട് സെൻറ്റർ തുടങ്ങുന്ന നേരത്ത് ഞങ്ങൾ മാണ്ടയിൽ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് തൊണ്ട് 10-12 മനുഷ്യരുണ്ട്, സ്ത്രീകളുണ്ട്. ഡെസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് 5-6 വർഷമായിട്ട് ഞങ്ങൾ പ്രോസ്റ്റർ ഹോം എന്നും പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും തുടങ്ങാൻ പ്ലാനോട്ട് ഞങ്ങളിപ്പം ഇവിടെ ബാംഗ്ലൂർ തുടങ്ങി, സാവന്നൂർ തുടങ്ങി പോസ്റ്റർ ഹോം. അപ്പനോ അമ്മയോ ഇല്ലാത്തവർക്കും അപ്പനും അമ്മയും ഇല്ലാത്തവർക്കും വേണ്ടി പിള്ളേരെ എടുത്തിട്ട് 8 പേരെ വെച്ചോടൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ എഴുതി അവരെ പഠിപ്പിച്ച് അവരെ ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവരുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം വീട്ടിൽ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്ന് സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ അത് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് എത്തിയ സ്നേഹ ശുശ്രൂഷ, ഈ ഒരു ആവേഗം, ഈ ഒരു വാക്കുകളുടെ ഈ ഒരു ആവേഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ആ ഒരു തീക്ഷ്ണമായ ചടുലത ആ വാക്കുകളിൽ നിലനിൽക്കുകയാണ്. ഈ ഒരു പ്രായത്തിലും 70 വയസ്സിനുള്ളിൽ 33 വർഷക്കാലം കുഷ്ഠരോഗികളോടൊപ്പം സ്ത്രീകളുടെ സമുദ്ധാരണം, ഗ്രാമീണ നവോദ്ധാരണം, പുരുഷന്മാരുടെ പീഡനത്തിൽ നിന്നും സ്ത്രീകളെ രക്ഷിക്കുവാനായി എടുത്ത നിലപാടുകൾ,
HIV കുഞ്ഞുങ്ങളെ സംരക്ഷണം, ഇതെല്ലാം സഭയുടെ മുഖ്യധാരയിൽ നിന്ന് ഒരുപക്ഷെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരാളാണ് സിസ്റ്റർ ലീല. ഇത്തരത്തിൽ ഒരു ജീവിതം സമ്പൂർണമായി ക്രിസ്തുവിന് കൊടുക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് സഭ ആവശ്യപ്പെടുന്ന എല്ലാ ഇടങ്ങളിലേക്കും പോകുവാൻ, അതിനുശേഷം വിദേശ രാജ്യങ്ങളിൽ അല്ലേ, എവിടെയാണ് ഫിലിപ്പൈൻസിൽ പോയതായിട്ട് ഞാൻ ഇവിടുന്ന് ഇവരോട് ഗ്രേസിയോട് സിസ്റ്ററോട് ട്രാൻസ്ഫർ ചോദിച്ചതായിരിക്കും. ഞങ്ങൾക്ക് ലൂർദിൽ ആരാധനയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരാധന. ലൂർദ് പള്ളിയിലെ ഫ്രാൻസിലെ ലൂർദിൽ ഞങ്ങളുടെ അത് 60 വർഷമായിട്ട് ഞങ്ങൾ അവിടെ തൊട്ടടുത്തുള്ള മഠം നിങ്ങളുടെയാണോ? ബണ്ടതീർത്ത ജനിച്ചതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ മഠ, അവിടെ ഞങ്ങൾ അവിടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ മഠത്ത് ആരാധനയ്ക്ക് എനിക്ക് ഒരു വർഷത്തേക്ക് 24 വർഷം വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഓർത്ത് ഞാൻ ഇനി ഇവിടെ നിന്നാൽ മറ്റെല്ലാവരും പഠിക്കില്ല, അതുകൊണ്ട് കാരണം എല്ലാവരും ചെയ്യും, പക്ഷേ അപ്പോഴത്തേക്ക് ഒരു ലീഡറായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെല്ലാവരെയും പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് മദർ ജനറൽ പറഞ്ഞു നീ ഫിലിപ്പീൻസിൽ പോയി ഒരു മടം തുടങ്ങാൻ. അങ്ങനെ ഞാൻ ഫിലിപ്പീൻസിൽ പോയി. അങ്ങനെ ഫിലിപ്പീൻസിൽ പോയി അവിടുത്തെ സ്ലമ്മിലൊക്കെ പരിതാപം. ഇവിടെ ഞാനോടത്ത് വില്ലേജിലൊക്കെ പരിതാപം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിതാപം. അതെന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് വൈകിട്ട് വന്നിരുന്നുകൊണ്ട് കരഞ്ഞു. കാരണം അതുപോലെ ഒരു മിസറിയാണ് അവിടുത്തെ മനുഷ്യരുടെ പാവങ്ങളുടെ ജീവിതം. ഫിലിപ്പീൻസിലെ പാവങ്ങളുടെ ജീവിതം സ്ലം പോലെ ഏരിയകളാണ്. അവരുടെ ജീവിതമൊക്കെ കാണാൻ നമുക്ക് സങ്കടം വരും. അതിലൊക്കെ നമ്മുടെ ഇവിടുത്തെ മനുഷ്യർക്ക് വെല്ലമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ് അവർക്ക് അന്ന് കിട്ടുന്ന അവർ തിന്നും തീരും. ബാക്കിയൊന്നും ഞാനിപ്പം പറയുന്നില്ല. അങ്ങനെ അപ്പോൾ അവിടെയും പ്രസം മിനിസ്ട്രിയിൽ ഞാൻ മണ്ടയിൽ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. പ്രസം മിനിസ്ട്രിയിൽ അവിടെയും പ്രസം മിനിസ്ട്രിയിലെ കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഫിലിപ്പീൻസിൽ 3 വർഷം. അതായത് പ്രസം മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ കൂടിയായിരുന്നു. മണ്ടയിൽ 1 വർഷം, ഇവിടെ ഞാൻ ഏകദേശം 1.5 വർഷം ഇവിടെ ഫിലിപ്പീൻസിൽ പോയി ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും എല്ലാ മാസവും ചൊവ്വാഴ്ചയും പോയിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ജയിൽ അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 2.5 വർഷം. 2.5 വർഷം ഫിലിപ്പൈൻസിൽ അല്ലേ? അപ്പം വളരെ സാർത്ഥകമായ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ ഒരു സ്നേഹം ഇനിയും ആയിരങ്ങളിലേക്ക് എത്തിക്കുവാൻ സിസ്റ്റർ ലീലയ്ക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഡോട്ടേഴ്സ് ഓഫ് ദി ചർച്ച്, സഭയുടെ യഥാർത്ഥത്തിലുള്ള മക്കൾ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്ത് ഇനിയും ക്രിസ്തുവിന് മഹത്വമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയിലെ സമർപ്പിതരുടെ ജീവിത വഴികൾ എന്താണ്? കത്തോലിക്ക സഭയിലെ കന്യാമഠങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ചില മാധ്യമങ്ങളും നവമാധ്യമങ്ങളും വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ചില കഥകളിൽ ഈ കഥയുണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിൽ മുറിവേറ്റ മുറിഞ്ഞുപോയ വിരലുകളെ തഴുകുന്ന സമർപ്പിതരുടെ വിരലുകളെ പറ്റി എഴുതാൻ, അവരുടെ വിറയാർന്ന ജീവിതത്തിന് കൂട്ടിരിക്കുന്ന മനസ്സുകളെ പറ്റി എഴുതാൻ, അതിനെപ്പറ്റി പ്രസംഗിക്കാൻ ഇന്ന് കേരളത്തിലോ പുറത്തോ അധികമാരും ഉണ്ടാവണമെന്നില്ല. ആരും പ്രസംഗിച്ചില്ലെങ്കിലും, ആരും അവാർഡുകൾ തന്നില്ലെങ്കിലും, ആരും ഞങ്ങളുടെ കൂടെ നിന്ന് സെൽഫി എടുത്തില്ലെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ, കുഷ്ഠരോഗിയാണെങ്കിൽ കുഷ്ഠരോഗി, എയ്ഡ്സ് രോഗിയാണെങ്കിൽ എയ്ഡ്സ് രോഗി, ക്രിമിനലാണെങ്കിൽ ക്രിമിനൽ, ജയിലിലാണെങ്കിൽ അവിടെ, സ്ലമ്മിലാണെങ്കിൽ അവിടെ, എവിടെയാണെങ്കിലും ക്രിസ്തു ലോകം മുഴുവനുമാണ് എന്ന് തിരിച്ചറിയുന്ന ജീവിതങ്ങളുടെ പേര് കന്യാസ്ത്രീ എന്ന് എഴുതി ക്രൈസ്തവ സഭയുടെ സമർപ്പണ ജീവിതത്തിന് സ്വന്തം ജീവൻ തൊട്ടെടുത്ത് അലങ്കാരം ചാർത്തിയ ഒരു ധന്യജന്മത്തെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ ഈ പ്രേക്ഷകർക്ക് എന്താണ് ഒരു സന്യാസിനിയുടെ സ്നേഹം, എന്താണ് ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു സന്യാസിനി ഏറ്റെടുക്കുന്ന സഹനം എന്നതിന് ഇനി വേറൊരു വ്യാഖ്യാനം തരാൻ ഞങ്ങൾക്കില്ല. പ്രിയപ്പെട്ട സിസ്റ്റർ ലീല വാഗയിൽ കുടുംബാംഗങ്ങളുടെ പുണ്യമാണ്, പാലാ രൂപതയുടെ അഭിമാനമാണ്. ഡോട്ടേഴ്സ് ഓഫ് ദി ചർച്ച് എന്ന സന്യാസിനി സമൂഹം ഈ കത്തോലിക്ക സഭയ്ക്ക് വളർത്തിയെടുത്ത സംഭാവനയാണ്. ഇതുപോലെ ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഈ സന്യാസ സഭയെ ഓർത്ത് അഭിമാനിക്കാം. ഇതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം തീറുകൊടുക്കാൻ തയ്യാറാണ്
എന്ന് പറയുന്ന നൂറുകണക്കിന് സമർപ്പിതരുമായി ഇനിയും ഈ വേദിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോഴും ചെന്നാൽ മഞ്ഞാവരത്ത് ചെന്നാൽ MK ആലീസ് ആരായിരുന്നു ചോദിച്ചാൽ A-to Z പറയും, ഞങ്ങളെ പറ്റിച്ചോൾ പോയെന്നും പറയും. അങ്ങനെയാണ് ഞാൻ ബസ്സിന് അന്ന് കാറില്ല. അപ്പം ബസ്സിന് പോകാനായിട്ട് ഞാൻ പോയി നിന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുകയും ബസ് അങ്ങ് പോയി. അപ്പോൾ മൊത്തം പറഞ്ഞു, നിനക്ക് മനസ്സിലായോ, നിനക്ക് ദൈവളിയില്ല, അതുകൊണ്ട് വേഗം വീട്ടിൽ പോകും, വേഗം വീട്ടിൽ പോകും. 1972 മാർത്തോമാ ശ്ലീഹായുടെ 19ാം ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ഇങ്ങനെ സ്കൂള്, ഒരു സ്പെഷ്യൽ സ്കൂള് ഈ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അങ്ങനെ ഇവിടെ കല്ലിട്ട് തുടങ്ങിയത്. അങ്ങനെ ആ കാലം തൊട്ടാണ് CMC അങ്ങോട്ട് ഏറ്റത്. CMC-ക്കാരെ ഏൽപ്പിച്ചു. അപ്പോൾ അമ്മേനോട് ചോദിച്ചു, കുഞ്ഞെ അതിന് ഇങ്ങനെ ലൈറ്റിന് പറ്റുമോയെന്ന്. അപ്പോൾ ഞാൻ ഞങ്ങൾ പക്ഷേ ഇവരും ഇങ്ങനെ പോകാമെന്ന് അങ്ങനെ ഓർത്തോണ്ടൊന്നുമല്ല, അതിനിപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യണം എന്നുള്ള വീട്ടിലിരുന്നു. അന്നേരം വെച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് വിളിച്ചു. എന്ന് പറയുമ്പോൾ നമുക്ക് ആലപ്പുഴ ഒരു സ്കൂളാ മുഹമ്മല്ലേ. അന്നേരം അമ്മ പറഞ്ഞു, അവിടെ ഒരു ക്ലിനിക്ക്, ഞങ്ങളുടെ തന്നെ ഒരു ക്ലിനിക്ക് ഓഫായി കിടപ്പം. ഞാൻ ചുമ്മാ വർക്കല്ല, അതെ, ഫംഗ്ഷൻ ചെയ്യാതെ കിടപ്പാം. അപ്പം വേണമെങ്കിൽ അത് വേണമെങ്കിൽ തരാം. അതെ, അതങ്ങ് എടുത്ത് സന്തോഷമായിട്ട് അതിപ്പോൾ അതാണ് ഇപ്പം മുഹമ്മയിലെ ദീപ്തി.